നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ലിഥിയം ബാറ്ററി ഒക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവർക്ക് താഴെ വീഡിയോ എടുക്കുക. അപ്പൊ അതെന്തായാലും പോയി കണ്ടിട്ട് വരിക. എടുത്ത ബാറ്ററിന്റെ എല്ലാം വോൾട്ടേജ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 2 ബാറ്ററി പാരലലി കണക്ട്, ബാക്കിയുള്ള ബാറ്ററി ഒന്നും കണക്ട് ആയിട്ടില്ലായിരുന്നു. കണക്ട് ചെയ്ത 2 സെല്ലും കണക്ട് ചെയ്യാത്ത ഒരു സെല്ലിന്റെ ചാർജ് 2 ഈക്വൽ ആയിരുന്നു. അതിലൊരു ബ്രോ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, 2 ബാറ്ററിയും പാരലലി കണക്റ്റഡ് ആണ്, സോ ഒരെണ്ണം വർക്കിംഗ് ആണെങ്കിൽ 2ഉം ആക്റ്റീവ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ബ്രോ പറഞ്ഞാലും കാര്യമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അതല്ല വന്നേ, ബാറ്ററി പാരലലി കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അതിന് മുന്നേ നമുക്ക് പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും എന്താ നോക്കാം. 2 ബാറ്ററി ഇതേമാതിരി പാരലലായി കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ആംപിയർ ആയിരിക്കും ഇൻക്രീസ് ആവുക. അതിന് ഞാനിപ്പോൾ വേറെ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സീരീസ് ആയി കണക്ട് ചെയ്യാം. അതായത് ഒരു ബാറ്ററിന്റെ നെഗറ്റീവ് ഒരു ബാറ്ററിന്റെ പോസിറ്റീവ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ വോൾട്ടേജ് നോക്കുമ്പോൾ കാണാം 7 വോൾട്ടായി കൺവേർട്ട് ആയിട്ടുണ്ട്. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് കൂടും, അതേപോലെ പാരലൽ കണക്ഷനിൽ. അപ്പൊ നമ്മളൊരു പ്രോജക്ട് ചെയ്യുമ്പോൾ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും നോക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പോണന്റ് കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ്. അതിന് വേണ്ടിയുള്ള ബാറ്ററി വർക്ക് ആവാത്തായിരുന്നില്ല, കണക്ഷന്റെ മാറ്റായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ